റെയിൽവേ സ്റ്റേഷൻ ഹെഡ് ഓഫീസ് കണ്ടോ, വലതു ഭാഗത്ത് കണ്ടോ കരിങ്കല്ലുണ്ട്. നമ്മളെ ഈ മാനി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്കിപ്പോ അതൊരു അത്ഭുതമായിട്ട് തോന്നില്ല. ഇവിടെ അത് വലിയ അത്ഭുത. 1850കളിൽ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഈ നോക്കോ, അന്നുണ്ടാക്കി വന്ന ഒരു പഴയ പള്ളി ഇതാ നോക്കോ, മസ്ജിദ് സുഖിയ എന്ന് പറയും. വലതു ഭാഗത്ത് देखो राइट साइड में मस्जिद सुखिया. रसूल सल्लल्लाहु अलैहि वसल्लम बदर हर्ब का टाइम पानी पियो इधर है. ബദർ യുദ്ധത്തിന് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് വെള്ളം കുടിച്ച സ്ഥലം നോക്കോ, വെള്ളം കാണോ, അതിന്റെ പേരെന്നെ മസ്ജിദ് സുഖിയ. ഈ വലതുഭാഗത്ത് വന്ന ചെറിയ പള്ളി. ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂല് നിസ്കരിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. മസ്ജിദ് സുഖിയ, അതുകൊണ്ട് ആ പള്ളിന്റെ പേരാ. ഈ ട്രെയിനിന്റെ ബോഗി നോക്കിക്കൊള്ളിട്ടോ, 200ഓളം കൊല്ലം പഴക്കണ്ട്. അതായത് തുർക്കി ഭരണകാലത്ത് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു യാത്രാ സൗകര്യം കണ്ടോ. നോക്കിക്കോളി, ബോഗികളുണ്ടല്ലേ കണ്ടോ, പഴയ കാലത്ത്. ഇപ്പോഴത്തെ മെട്രോ അല്ല കേട്ടോ, മെട്രോ അല്ല, പഴയ കാലത്ത് കണ്ടില്ലേ. അതായത് 1850കളിൽ നോക്കോ, അന്നത്തെ എഞ്ചിന് ബോഗികള് 850കളില് തുർക്കി ഭരണകാലത്ത് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഡമസ്കസിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും വരുന്ന യാത്രക്കാർക്ക് സൗകര്യമായിട്ട് ഒരു ട്രെയിൻ സർവീസ് തുടങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ അതിന്റെ ബഡ്ജറ്റ് നോക്കുമ്പോ അത് താങ്ങൂല. ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് കണ്ടമാനം സാമ്പത്തിക ബാധ്യത വരും, അതുവരെ കയ്യിലില്ല. അപ്പോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഭരണാധികാരികളെയും വിളിച്ചു കൂട്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചു, നിങ്ങൾ സഹായിക്കണം, മദീനത്തേക്ക് നമുക്കൊരു ട്രെയിൻ സർവീസ് തുടങ്ങണം. അങ്ങനെ അന്നത്തെ ഭരണാധികാരികളുടെ സഹായത്തോടെ സ്ഥാപിച്ച ഒരു ട്രെയിൻ സർവീസ്, റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കണ്ടത്. ഇത് ഹറം പള്ളിന്റെ ഒരു 300-400 മീറ്റർ പുറത്താട്ടോ, അതിന്റെ തൊട്ടപ്പുറത്താണ് പള്ളി. നമ്മൾ നേരത്തെ മസ്ജിദുൽ ഹമാമയൊക്കെ പറഞ്ഞില്ലേ, ആ ഹമാമിന്റെ അവിടുന്ന് നേരെ വരുന്ന വഴിയാണ് കണ്ടത്. ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് എന്താണ്? ഇത് ഖിയാമത്ത് നാള് വരെ വരുന്ന ഈ ഉമ്മത്തിനെ അറിയാനും പഠിക്കാനും കാണാനും വേണ്ടി അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇരിക്കട്ടെ.